ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഊണിനോടെ കഴിക്കാൻ പാകത്തിന് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പപ്പായ മെഴുക്ക് പുരട്ടിയാണ്. സാധാരണ പപ്പായ റെസിപ്പികൾ ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ബാച്ചിലേഴ്സ് ആയിട്ട് പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള പാത്രത്തിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മെഴുക്ക് പുരട്ടി ആയതുകൊണ്ട് തന്നെ 2-3 ടേബിൾ സ്പൂണെങ്കിലും വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ നോക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കൂടാതെ ഇതിലേക്ക് 3 പച്ചമുളക് സ്ലൈസ് നുറുക്കിയത്, 2 തണ്ട് കറിവേപ്പിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് സ്റ്റവിന്റെ ഫ്ലെയിം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒരു 20 സെക്കൻഡ് ഇതേപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് സ്ലൈസായി നുറുക്കിയെടുത്ത 600 ഗ്രാം പപ്പായ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം, പക്ഷെ നമ്മൾ കുറച്ച് സ്ലൈസ് ആയിട്ടാണ് കട്ട് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇതിലേക്ക് മീഡിയം സൈസ് 1.5 സവോള നീളനെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കണില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇതേപോലെ നമുക്ക് 80% വരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ വേവിച്ചു തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്, നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏകദേശം 80% നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ 1 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്. ചിക്കൻ സ്റ്റോക്കിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ മസാലയോ മീറ്റ് മസാലയൊക്കെ യൂസ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള 20% കൂടി ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പപ്പായ വീണ്ടും കുക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അല്പസമയമായിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ പപ്പായൊക്കെ നന്നായിട്ട് 100% വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി കഴിഞ്ഞു. നമുക്കിനി ഇതൊരു സർവിംഗ് ഡിഷിലോട്ട് പാർത്താം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന പപ്പായ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. വീട്ടമ്മമാർക്ക് മാത്രമല്ല, ബാച്ചിലേഴ്സ് ആയിട്ട് പുറത്ത് നിൽക്കുന്ന സ്റ്റുഡൻസിനും അതുപോലെ ജോലി എടുക്കുന്നവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഈസി റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ജെ റെസിപ്പിയുടെ മറ്റൊരു വീഡിയോയുമായി ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.